തുടക്കത്തിൽ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ, തുടക്കത്തിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തില്ലേ? അതിൽ നിന്ന് ഈ ഒരു ഫ്രീഡത്തിലോട്ട് എത്തിയൊരു സ്റ്റോറി എനിക്കറിയാം. എങ്ങനെ നിങ്ങൾ ഇത്ര സ്മൂത്ത് ആയിട്ട് ബിസിനസ് റൺ ചെയ്യുന്നത്? അപ്പോ ഷാഫിക്കാന്ന് വിളിക്കുക അല്ലെ? അല്ല, ഞാൻ നിങ്ങളോട് കുറെ കാലം ചോദിക്കണം കേൾക്കുന്ന കാര്യം, അതായത് എങ്ങനെ നിങ്ങൾ ഇത്ര സ്മൂത്ത് ആയിട്ട് ബിസിനസ് റൺ ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ ഒരു 5-10 എംപ്ലോയീസ് ആകുമ്പോൾ തന്നെ അവരെ മാനേജ് ചെയ്യുക, അവരെ നോക്കുക, ആകെ കഷ്ടപ്പാടാണ്. നിങ്ങളെ കേസിൽ അങ്ങനെയല്ല, ഞങ്ങൾ ഒരുപാട് ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ഗുഡൻസ്? ഇതെന്താ വെച്ചാൽ ഒരു ഗുഡൻസ് ഒരു വൺ വേർഡ് പറയാനൊന്നുമില്ല. ഒരു റിയൽ എൻ്റർപ്രണർ ശരിക്കും ഇങ്ങനെ ആണ് എന്നുള്ളതാണ്. പക്ഷെ നമുക്കത് നമ്മളൊരു ഇവിടെ മനസ്സിലാക്കുക എന്താ വെച്ചാൽ ബിസിയായി നടക്കുന്ന ആളാണ് എൻ്റർപ്രണർ നമ്മളൊരു ധാരണ. പുള്ളി 2-3 ഫോൺ കൈ പിടിച്ചിട്ട് കോൾ ടു കോൾ എടുത്തോണ്ട് ഞാൻ കണ്ട റിയൽ എൻ്റർപ്രണേഴ്സ് ഒക്കെ ആ അവസ്ഥയിലാണ്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ശരിക്കും ആ ഒരു വിരോധാഭാസം ഉണ്ട്. നമ്മളൊരു മൈൻഡിലുള്ള സാധനം, പിക്ചർ ഒരു മിത്താണിത്. ഏറ്റവും ബിസി ആയിട്ടുള്ള ആളാണ് ഏറ്റവും നല്ല എൻ്റർപ്രണർ. എൻ്റെയും പണ്ടത്തെ ഒരു ധാരണ തന്നെയാണ്. ശരിക്കും നമ്മൾ പരിപാടി ഒരു സൈഡിൽ അടിപൊളിയായിട്ട് നടക്കുമ്പോഴും നമുക്കിതേ ഫ്രീ ആയിട്ട് നമ്മളെ കാര്യങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനാണെങ്കിലും നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇതിന് പറ്റുക എന്നുള്ളതാണ് ശരിക്കും നമ്മൾ എത്തേണ്ട ഒരു പോയിന്റ്. ഓക്കെ, ഇതിലോട്ട് നിങ്ങൾ എത്ര കാലം കൊണ്ടാണ് നിങ്ങൾ എത്തി? എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഞാൻ അറൗണ്ട് ഒരു 6 വർഷത്തോളമായി എൻ്റെ ഒരു ബിസിനസ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു സാധനത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം കൊണ്ട് നമുക്ക് ഈ ഒരു സാധനത്തിലേക്ക് എത്താനും പറ്റില്ല. അപ്പോൾ ആ ഒരു ടോട്ടൽ ജേണി ത്രൂ ആണ് ഞാൻ ഈ ഒരു സാധനത്തിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഈ ഒരു സ്റ്റേജിലോട്ട് എത്തിയതിൻ്റെ ഒരു ജേണി എങ്ങനെയാണ്? ഞാൻ അറൗണ്ട് ഒരു 6 വർഷമായി എൻ്റെ ഒരു ബിസിനസ് ജേണി സ്റ്റാർട്ട് ചെയ്തു. തുടക്കത്തിൽ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ, തുടക്കത്തിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തില്ലേ? അതിൽ നിന്ന് ഈ ഒരു ഫ്രീഡത്തിലോട്ട് എത്തിയൊരു സ്റ്റോറി എനിക്കറിയാം. തുടക്കത്തിൽ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ, തുടക്കത്തിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തില്ലേ? അതിൽ നിന്ന് ഈ ഒരു ഫ്രീഡത്തിലോട്ട് എത്തിയൊരു സ്റ്റോറി എനിക്കറിയാം. ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ബിസിനസ് പ്ലാൻ ചെയ്യുമ്പോഴും നമ്മൾ ഇതിനെപ്പറ്റി ഒരുപാട് റിസർച്ചോ പഠനം നടത്തിയിട്ടോ സ്റ്റഡി നടത്തിയിട്ടൊന്നും അല്ല ഞാനും തുടങ്ങി. എല്ലാവരും തുടങ്ങുന്ന പോലെ നമ്മളെന്ത് ചെയ്തു, ഈ മുതലുള്ള കുളത്തിലേക്ക് എടുത്ത് ചാടുക എന്നൊക്കെ പറഞ്ഞാലേ ആദ്യം എടുത്തങ്ങ് ചാടുകയാണ് ചെയ്തത്. പിന്നെയാണ് മനസ്സിലാകുന്നത് കുളമാണ്, ചുറ്റും മുതലുകളുണ്ട്, നമുക്ക് കഴിച്ചിലായാലേ രക്ഷയുള്ളൂ എന്നുള്ളൊരു സംഭവമുണ്ട്. അതുപോലെ ഞാൻ തുടങ്ങിയപ്പോഴും ഞാൻ ഒറ്റക്കായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തും നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേറ്റ് എന്താ വെച്ചാൽ നമുക്ക് പ്രൊജക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് സൈറ്റിൽ പോയി വർക്ക് എടുക്കലും. ഹോം ഓട്ടോമേഷൻ ആണ് എൻ്റെ പരിപാടി, അറിയാലോ. അപ്പോൾ ഹോം ഓട്ടോമേഷൻ സെഗ്മെന്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു വർക്ക് വരുന്ന നമുക്ക് കസ്റ്റമറെ മീറ്റ് ചെയ്യലും സൈറ്റിൽ പോയി അത് വർക്ക്ഔട്ട് ചെയ്യലും. നിങ്ങൾ തന്നെയാണ് മാർക്കറ്റിംഗ്, സെയില്, അക്കൗണ്ട്സ് എല്ലാം. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് പോലും ഞാൻ അറിയില്ല. ഞാൻ വിചാരിക്കുന്നത് എന്താ ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. സിംഗിൾ മാൻ ആർമി തന്നെ. അപ്പോൾ ഇത് സെയിൽ വേറെ ഡിപ്പാർട്ട്മെന്റ് ആണെന്നോ അക്കൗണ്ട്സ് വേറെ ആണ് സർവീസ് വേറെ ആണെന്ന് പോലും തിരിച്ചറിയാത്തൊരു സമയത്താണ് ഞാൻ തുടങ്ങിയത് ജെന്യുവൻലി. അപ്പോൾ പിന്നെയാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ ഫുള്ളി ഇൻവോൾവ്ഡ് ആകുന്നതിനപ്പുറം നമുക്കൊരു സ്റ്റെപ്പ് അങ്ങോട്ട് മാറി നിന്നാലാണ് നമുക്കൊരു അടുത്തൊരു ഫേസിലേക്ക് നമുക്ക് പോകാൻ പറ്റും എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ തന്നെ ഏകദേശം ഒരു 1.5 വർഷം 2 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. കാരണം നമ്മൾ ആ ഓട്ടത്തിൽ അങ്ങനെ പോവുകയാണ്. ഒരു ലൂപ്പാണല്ലോ. നമ്മൾ രാവിലെ എണീക്കണം, എന്താണ് കസ്റ്റമർ പോയി കാണുന്നു, സർവീസാണ് പോയി എടുക്കുന്നു, സെയിലാണെങ്കിൽ അവിടെ പോയി ചെയ്യുന്നു, പർച്ചേസിന് പോയി ചെയ്യുന്നു. ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു തോട്ട് വരാൻ തന്നെ ഏകദേശം 2 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ അല്ല ശരിക്കും ചെയ്യേണ്ടത്, ഇതിനൊരു നെക്സ്റ്റ് ഫേസ് ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് വരാൻ തന്നെ അത്രയും സമയം എടുത്തു. ആ ഒരു സമയം കൊണ്ട് ബിസിനസ് ബ്രേക്ക് ചെയ്യാനായിട്ടുണ്ടാവും. ബിസിനസ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഓഫ്കോഴ്സ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു സർവീസ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഇനീഷ്യലി ഭയങ്കര ഒരു എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ്മെന്റിന് വന്നിട്ടില്ല. അതൊരു സർവീസ് ബിസിനസ് സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബെനിഫിറ്റാണ്. കാരണം ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്, ഒരു മാനുഫാക്ചറിംഗ് ബിസിനസ് തുടങ്ങുന്നവരല്ല സർവീസ് ബിസിനസ്. നമുക്കൊരു 0 ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് തുടങ്ങാൻ പറ്റും. അവർ ഫസ്റ്റ് 2 ഇയേഴ്സിന്റെ ഉള്ളിൽ ബിസിനസിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു. അതെ. പിന്നീടാണ് നിങ്ങൾ ഈ പ്രോബ്ലംസ് ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് സൊല്യൂഷൻസ്. എക്സാക്ട്ലി. ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ എൻ്റെ ബിസിനസ് ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പരീക്ഷണശാലയായിരുന്നത്. അപ്പം ഞാൻ പല കാര്യങ്ങളും പഠിച്ചതും ഞാൻ പല കാര്യങ്ങളും ട്രൈ ഔട്ട് ചെയ്തതും ഒക്കെ ഞാൻ അവിടെ നിന്നാണ്. ഞാൻ മൊത്തം എൻ്റെ ലേണിംഗ് ആണെങ്കിലും നോളജ് ആണെങ്കിലും ഒക്കെ ഞാൻ അവിടെ നിന്നാണ്. എൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയാണത്. ഞാൻ അവിടെ നിന്നാണ് ഒക്കെ പഠിച്ചത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ പറയുകയാണെന്നെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആൾക്കാരോടാണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നീന്തൽ പഠിക്കാൻ നമ്മൾ കുളത്തിൽ ഇറങ്ങി തന്നെ വേണം. ഓക്കെ എന്നതുപോലെയാണ് നമ്മളിപ്പോൾ എന്താ പറയുക, കുറേ നമ്മൾ റിസർച്ച് ചെയ്ത്. പക്ഷെ അപ്പോൾ ഇപ്പോൾ പുതിയൊരാൾ ഇറങ്ങി പുതിയൊരു ബിസിനസ് പലരും ഒരുപാട് ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ തുടങ്ങി കഴിഞ്ഞ് ഇതേപോലെ ഒരു 6 വർഷത്തെ ജേണിയിലൂടെ ആണോ ഇതൊക്കെ പഠിച്ചെടുക്കേണ്ടത്? അല്ല, ഒരിക്കലും അല്ല. ഇതെന്താ വെച്ചാൽ ഇപ്പം ഏതൊരു കാര്യവും ചെയ്യുന്ന പോലെ നമ്മൾ പഠിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ചില കാര്യത്തിൽ നമുക്ക് തോറ്റിട്ടാണ് നമുക്കത് പഠിക്കാൻ പറ്റുക എന്നതുപോലെയാണ്.
ഇപ്പോൾ നമുക്ക് കുറെ കൂടെ ഫാസ്റ്റ് ആയിട്ട് ആ ഒരു ടൈം ലാപ്സ് ചെയ്യാൻ പറ്റിയ ഒന്ന് നമ്മൾ എക്സ്പീരിയൻസ് ഓൾറെഡി ചെയ്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ അഡ്വൈസ് എടുക്കുക. ഒരു മെന്റർഷിപ്പ് പ്രൊഫഷണലി നമുക്ക് അതിനെ മെന്റർഷിപ്പ് എന്ന് പറയും. കുറച്ചുകൂടെ നമുക്ക് ജസ്റ്റ് അഭിപ്രായം ചോദിക്കുക, അറ്റ്ലീസ്റ്റ് നമ്മൾ അങ്ങനത്തെ ആൾക്കാരായിട്ട് സംസാരിക്കുക, ഇന്ററാക്ട് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു മെന്റർഷിപ്പിലേക്ക് നമുക്ക് പോവാം. ആക്ച്വലി അവർ ബിസിനസ് തുടങ്ങുമ്പോൾ ഫേസ് ചെയ്തുകൊണ്ടുന്ന പ്രശ്നങ്ങൾ എന്താണ്, എങ്ങനെയാണ് അതിനെ അവർ ഓവർകം ചെയ്തത്, എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തുടങ്ങുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളിലും ഏതെല്ലാം രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഞാനും ആ സമയത്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറേ സമയം സേവ് ചെയ്യായിരുന്നു. പക്ഷെ എനിക്കത് അവിടെ വന്നൊരു മിസ്റ്റേക്കാണത്. ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം പുതിയ തുടങ്ങാൻ പോകുന്ന ആൾക്കാരോടാണെങ്കിൽ ഞാൻ പറയുക നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഈ മെന്റർഷിപ്പിന്റെ കേസിൽ ഞാൻ ചോദിക്കട്ടെ, അതായത് നമ്മളിപ്പോൾ ഒരു എല്ലാം തികഞ്ഞൊരു മെന്റർ നമുക്ക് കിട്ടും. അതായത് ഒരു ബിസിനസിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാത്തിനും കൂടി ഒരു മെന്റർ ആണോ, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിംഗിന്റെ കേസിൽ നല്ലൊരാളോട് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് മെന്റർഷിപ്പ് എടുക്കാം, സെയിൽസിന് അതിന് അങ്ങനെയാണോ, അല്ലെങ്കിൽ എല്ലാത്തിനും ഓൾ ഇൻ? അതായത് നമുക്ക് ഇപ്പം 2 ലെവലിൽ നമുക്ക് മെന്റർഷിപ്പ് നമ്മൾ പറയാം. കൺസൾട്ടന്റ് ലെവലും ഉണ്ട്, റിയൽ ഓൺടർപ്രണേഴ്സിന് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു റിയൽ ഓൺടർപ്രണറിന്റെ കാര്യത്തിൽ ഇവർ തുടക്ക ഫേസിൽ ഇവർ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ ഞാൻ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇതിൻ്റെയൊക്കെ ഒരു കോർ സാധനം എൻ്റെ ബിസിനസ്സിൽ എനിക്കറിയാം. ദെൻ നമ്മൾ പ്രൊഫഷണലായിട്ട് ഒരു മെന്ററിങ്ങിലേക്ക് വരുമ്പോൾ അത് വേറെ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോൾ സെയിൽസിന് വേറെ കൺസൾട്ടിങ് ആണ്, മാർക്കറ്റിങ്ങിന് വേറെ കൺസൾട്ടിങ്. അവർക്ക് ടെക്നിക്കൽ കാര്യം അവർക്കറിയില്ല. അവരുടെ ഡൊമൈൻ നോളജിൽ അവർ എക്സ്പേർട്ടാണ്. അവർക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായി നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു റിയൽ ഓൺടർപ്രണർ എന്നാണ് നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്നെങ്കിൽ അവർക്ക് ഇതൊക്കെ അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് രണ്ടും നമ്മൾ എടുക്കണം. ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് സ്കെയിലബിലിറ്റിയിലേക്ക് പോകുമ്പോൾ അഫ്കോഴ്സ് നമ്മൾ ഡൊമൈൻ നോളജ് ഉള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ കൺസൾട്ടേഷൻ ചെയ്യണം. പക്ഷെ തുടക്കത്തിൽ നമുക്ക് എപ്പോഴും ഒരു റിയൽ ഓൺടർപ്രണറിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയും അവരെങ്ങനെ ബിസിനസ് ചെയ്യുന്ന നമ്മൾ നോക്കി പഠിക്കുകയും അവരുടെ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുകയും ആ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു.